അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ അത്ഭുതമുള്ള ഒരു ദിക്ർ പരിചയപ്പെടുത്തരാം. നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥിതിയിലാണെങ്കിലും നമുക്കത് പതിവാക്കാനായിട്ട് കഴിയും, നമുക്കത് ചൊല്ലാനായിട്ട് കഴിയും. അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അത് ചൊല്ലിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് ഉയരുക, ഐശ്വര്യം വർദ്ധിക്കുക എന്നത്. അത് ചൊല്ലിയാൽ നമുക്ക് സമ്പത്ത് ഉയരും, ഐശ്വര്യം വർദ്ധിക്കും, ദാരിദ്ര്യം മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഈ ദുനിയാവിൽ സകല നേട്ടങ്ങളും നമുക്ക് കിട്ടും, അതുറപ്പാണ്. നമുക്ക് എന്താണ് ആവശ്യം അത് നടന്നു കിട്ടും, ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ദുനിയാവിൽ എല്ലാവർക്കും ആവശ്യം സമ്പത്തായിരിക്കും. അധിക പേർക്കും സമ്പത്തായിരിക്കും വേണ്ടത്. സമ്പത്ത് അല്ലെങ്കിൽ ദാരിദ്ര്യം മാറുക. സമ്പത്തുണ്ടായാൽ ദാരിദ്ര്യം മാറുമല്ലോ. അപ്പോൾ സമ്പത്താണ്, ഐശ്വര്യമാണ് അധിക പേരും ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ വിശ്വാസത്തോടു കൂടി ചെയ്യണം. അള്ളാഹു എനിക്കതിനുള്ള ഫലം തരും. ഈ ഒരു അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ നാമം ചൊല്ലിയാൽ എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറും. അള്ളാഹു എനിക്കതിനുള്ള ഫലം തരും, എനിക്ക് സമ്പത്ത് ഉയർത്തും, എൻ്റെ കടങ്ങൾ വീട്ടിത്തരും, ദാരിദ്ര്യങ്ങൾ മാറിത്തരും എന്നൊരു വിശ്വാസം വേണം. പിന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പതിവായിട്ട് ചൊല്ലണം. ഒരു ദിവസം ചൊല്ലി ഒരുപാട് കുത്തിറിഞ്ഞ് ചൊല്ലി എന്നിട്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറയരുത്. ദിവസം നിത്യേന ചൊല്ലി പതിവാക്കുമ്പോഴാണ് അള്ളാഹു പതിയെ നമുക്കതിനുള്ള പ്രതിഫലം തരിക. പതിയെ നിത്യം ചൊല്ലുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടം, നിത്യം ഇബാദത്ത് എടുക്കുന്നവരെ. ഒരു ദിവസം ചൊല്ലിയിട്ട് എനിക്ക് ഫലമില്ല ചൊല്ലി എന്നൊന്നും പറയരുത്. പിന്നെ നമുക്ക് ഉത്തരം കിട്ടാൻ വൈകിയാൽ ആരും നിരാശപ്പെടരുത്. കാരണം അള്ളാഹു നമുക്ക് ഹലാലായ സമയത്ത് ഉറപ്പായിട്ടും തരും. ഹൈറായ സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് തരും, അത് ഉറപ്പാണ്. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണിത്. അസ്മാഉൽ ഹുസ്നയിലുള്ള യാ വഹാബു യാ അള്ളാ എന്ന ദിക്ർ. യാ വഹാബു യാ അള്ളാ എന്ന ദിക്ർ നിങ്ങൾക്ക് കഴിയുന്നത്ര അധികരിപ്പിച്ചോ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 100 അല്ലെങ്കിൽ 113, 313 നിങ്ങൾക്ക് ദിവസം എത്രയാണോ ചൊല്ലാൻ കഴിയുക അത് പതിവാക്കുക. അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ഇരട്ടിയാവണമെങ്കിൽ നിങ്ങൾ ഉളുവോടുകൂടി ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സമ്പത്ത് ഉയരും, ആഗ്രഹങ്ങൾ വർദ്ധിക്കും, ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ വന്നാലും അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ഒരു രീതിയിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യം വരില്ല, സമ്പത്ത് ഉയരും, അതുറപ്പാണ്. കാരണം സുലൈമാൻ നബി ഈ ഭരണത്തിലേക്ക് വരികയും അദ്ദേഹത്തിന് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിയത് കിതാബിലുണ്ട്. ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ്, ഈ ഒരു നാമം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും കിട്ടും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ദിക്ർ ചൊല്ലി പരസ്പരം ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ.